السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 266 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 266 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹൗലാഇ ബനാതി ഇൻ കുൻതും ഫാഇലീൻ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ فأخذتهم الصيحة مشرقين فجعلنا عليها سافلها وأمطرنا عليهم حجارة من سجيل إن في ذلك لآيات للمتوسمين وإنها لبسبيل مقيم إن في ذلك لآية للمؤمنين وإن كان أصحاب الأيكة لظالمين فانتقمنا منهم وإنهما لبإمام مبين ولقد كذب أصحاب الحجر المرسلين وآتيناهم آياتنا فكانوا عنها معرضين وكانوا ينحتون من الجبال بيوتا آمنين فأخذتهم الصيحة مصبحين فما أغنى عنهم ما كانوا يكسبون وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل إن ربك هو الخلاق العليم ولقد آتيناك 7 من المثاني والقرآن العظيم لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين وقل إني أنا النذير المبين كما أنزلنا على المقتسمين صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 71 മുതൽ 90 വരെയുള്ള 20 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 14ാമത്തെ ജുസിൽ 266 പേജ്. മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിസുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് മലക്കുകൾ വന്നപ്പോൾ മഹാവൃത്തികേട് ചെയ്തിരുന്ന നാട്ടുകാർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഒറ്റിക്കൊടുത്തത് പ്രകാരം വിവരം അറിഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ മഹാനവരുടെ വീട്ടിലേക്ക് ഓടി വന്നു, തള്ളിക്കയറാൻ ശ്രമിച്ചു. അവരുടെ കാമപൂർത്തീകരണത്തിന് അതിഥികളെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. ഇതാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. ആ തെമ്മാടികൾ വീട്ടിലേക്ക് തള്ളിക്കയറാനുള്ള ഒരുക്കത്തിലാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം വാതിൽക്കത്തിന് നിലയുറപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. മഹാനവറുകൾ ആ സമൂഹത്തെ കുറെ ഉപദേശിച്ചു നോക്കി. ഇവരെല്ലാം അതിഥികളാണ്, നിങ്ങൾ എൻ്റെ ഇവരുടെ മുമ്പിൽ വെച്ച് മാനം കെടുത്തരുത് എന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നോക്കി. തൻ്റെ വിവേകമുള്ള ഒരാൾ നമ്മളെ കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ചു പോയി. അവരതൊന്നും കേൾക്കാൻ തയ്യാറില്ലായിരുന്നു. ഞങ്ങൾ ആരെയെങ്കിലും പിടിച്ച് കാമനിവൃത്തിക്ക് ഉദ്ദേശിക്കുമ്പോൾ നീ അതിൽ ഇടപെടരുത് എന്ന് മുമ്പേ പറഞ്ഞിട്ടില്ലേ? മാലോകരുടെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് മുമ്പേ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ എന്ന് ധിക്കാരത്തോടെ പ്രതികരിക്കുകയാണ് അവർ ചെയ്തത്. ഗത്യന്തരമില്ലാതെ വന്നപ്പോ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇങ്ങനെയും കൂടെ പറഞ്ഞു നോക്കി എന്നാണ്. എങ്ങനെ? വേണമെങ്കിൽ എൻ്റെ പുത്രിമാരെ തന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്, എന്നാലും എൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത്. പക്ഷെ അവരുണ്ടോ ചെവി കൊടുക്കുന്നു, അവരുണ്ടോ കേൾക്കുന്നു. ഇതാണ് 71ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹൗലാഇ ബനാതി ഇൻ കുൻതും ഫാഇലീൻ
ഖാല ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു നോക്കി, ഹൗലാഇ, ഇതാ എൻ്റെ പെൺമക്കൾ, ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാമനിവൃത്തിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ, അതാ എൻ്റെ പെൺമക്കൾ, ഞാൻ കല്യാണം കഴിച്ചു തരാൻ തയ്യാറാണ്. ആ നിൽക്കുന്ന എൻ്റെ പെൺമക്കളാണ്, കല്യാണം കഴിച്ചു തരാം. ഇവിടെ ഖാല ഹൗലാഇ ബനാതി എന്ന് പറഞ്ഞതിൽ എൻ്റെ പെൺമക്കൾ ഇതാ, അല്ലെങ്കിൽ അതാ എൻ്റെ പെൺമക്കൾ എന്ന ഈ പരാമർശത്തെക്കുറിച്ച് സൂറത്ത് ഹൂദ് പഠിച്ചപ്പോൾ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇവിടെ എൻ്റെ പെൺമക്കൾ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? സമൂഹത്തിലെ വനിതകൾ എന്നാണ്. ഈ സമൂഹത്തിലെ സ്ത്രീകൾ, അവർ നിങ്ങൾ കല്യാണം കഴിക്കാലോ എന്നാണ് ഉദ്ദേശം. അതായത് ആ സമൂഹത്തിലെ സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് മഹാനവറുകൾ അങ്ങനെ ബനാതി എന്ന് പറഞ്ഞത്. കാരണം ഓരോ നബിയും അതത് സമൂഹത്തിന്റെ ആത്മീയ പിതാവാണ്, ആത്മീയമായ പിതാവാണ്. ആ സമൂഹത്തിലെ അംഗങ്ങളെല്ലാം ആ നബിയുടെ മക്കളായി ഗണിക്കപ്പെടുകയും ചെയ്യും. പല മുഫസ്സിറുകളും ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിതാവിന് തുല്യമായ ആളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ടത്. ഈ വാക്കിന്റെ താല്പര്യം ആ സമുദായത്തിലെ സ്ത്രീകളാണ് എന്ന് ഇമാം മുജാഹിദ്, സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് തുടങ്ങിയവരും പറയുന്നുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അഭിപ്രായമാണ് പ്രബലമാക്കിയത്. അതിന് പല കാരണങ്ങളും മഹാനവറുകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. സ്വന്തം പെൺമക്കളെ തെമ്മാടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? പ്രത്യേകിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രവാചകൻ തയ്യാറാകുമോ? ഇല്ല. മാത്രവുമല്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആകെ 2 പെൺമക്കളേ ഉള്ളൂ. ഇവിടെ അഭിസംബോധിതരായ ആളുകൾ വലിയൊരു ജനക്കൂട്ടമാണ്. കാമം മൂത്ത് കാമാന്തരായി കയറി വന്ന് തള്ളിക്കയറാൻ ഒരുങ്ങുന്ന ഇവരെ എല്ലാം തൃപ്തിപ്പെടുത്താൻ ഈ 2 പെൺമക്കൾക്ക് കഴിയില്ലല്ലോ, അവർ മതിയായില്ലല്ലോ. അവർക്ക് 2 പേർക്കല്ലേ മാക്സിമം വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സമൂഹത്തിലെ വനിതകൾ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം എന്ന അഭിപ്രായത്തിനാണ് പ്രസക്തി കൂടുന്നത്. ഇങ്ങനെയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത്. അപ്പോ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെ മനസ്സിലാക്കാം. വൈകാരികമായ ആവശ്യപൂർത്തീകരണത്തിന് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അവരെ കല്യാണം കഴിക്കുകയാണ് വേണ്ടത്. അതാണ് മാന്യവും പ്രകൃതിപരമായ രീതി. അല്ലാതെ ആണുങ്ങളെ അതിനുപയോഗിക്കുന്നത് ശരിയല്ല, അത് പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായതാണ് നമ്മൾ പറഞ്ഞത്. 72 മുതൽ 74 വരെയുള്ള ആയത്തുകൾ നോക്കാം. ഏതായാലും എത്രയൊക്കെ ഉപദേശിച്ചിട്ടും ആ നാട്ടുകാർക്ക് ഒരു മനപരിവർത്തനവും ഉണ്ടായില്ല, ഒരു മനമാറ്റം ഉണ്ടായില്ല. കാമലഹരിയിൽ നിന്ന് ഉണരാൻ അവർ സന്നദ്ധരല്ലായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഘോരമായ ശിക്ഷ വന്നെത്തുന്നത്. അല്ലാഹു തആല പറയാണ് 72-ാമത്തെ ആയത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ലഅംറുക, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ജീവിതം തന്നെ ശബ്ദം, സത്യം, അങ്ങയുടെ ആയുസ് തന്നെ സത്യം. ഇന്നഹും, തീർച്ചയായും അവർ, ലഫീ സക്രതിഹിം, അവരുടെ ലഹരിയിൽ, യഅമഹൂൻ, അന്ധതയോടെ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ അവരെ ലഹരിയിൽ അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്ഥിതി എന്നിരിക്കെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഉപദേശം അവരെങ്ങനെ സ്വീകരിക്കാനാണ്? ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിനോടാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് ഒരു തഫ്സീർ. അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അഭിസംബോധന എന്നാണ് മറ്റൊരു അഭിപ്രായം. ലഅംറുക്, അംറ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന് ആയുസ് എന്ന അർത്ഥമുണ്ട്, ജീവിതം എന്നൊക്കെ അർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ പദവിയാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിഷയം പറയുന്നുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ലല്ലോ. വേറെ ഒരാളുടെ ജീവിതം കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അവിടുത്തെ ആയുസ് കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയാണ്. ഇത് അവിടുത്തെ മഹത്തായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ സംസാരത്തിനിടയിൽ കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാനാണല്ലോ സത്യത്തിന്റെ വാചകങ്ങളായി പലതും ഉപയോഗിക്കാറുള്ളത്. അറബിയിൽ അങ്ങനെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലഅംറുക്, അതായത് ഞങ്ങളുടെ ആയുഷ്കാലം തന്നെ സത്യം. ഏതായാലും ലൂത്ത് നബി അലൈഹിസ്സലാം സമുദായം അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്താണ് ഉണ്ടായത്? 73 74. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫഅഖദത്ഹും الصيحة مشرقين فجعلنا عليها سافلها وأمطرنا عليهم حجارة من سجيل. فأخذتهم الصيحة, فأخذتهم, അങ്ങനെ അവർ പിടികൂടി, الصيحة, ഘോരമായ അട്ടഹാസം. എപ്പോ? മുശ്രിഖീൻ, സൂര്യോദയ സമയത്ത്. അങ്ങനെ സൂര്യോദയ സമയത്ത് ആ ഘോരമായ അട്ടഹാസം അവരെ പിടികൂടി.
എന്തുണ്ടായി? അപ്പോൾ നമ്മൾ ആക്കി ആലിയഹ, ആ നാടിന്റെ മുകൾ ഭാഗം, സാഫിലഹ, അടിഭാഗമാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ആ നാട് നാം കീഴ്മേൽ മറിച്ചു. വാംതർനാലയും, അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. ഹിജാറത്തൻ, കല്ല്, മിൻ സിജ്ജീൽ, ചുട്ടുപഴുത്ത കല്ല്. സിജ്ജീൽ എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത. അപ്പോ നാം ആകെ നാട് കീഴ്മേൽ മറിക്കുകയും ചുട്ടുപഴുത്ത കല്ലുകൾ അവർക്ക് മേൽ വർഷിക്കുകയും ഉണ്ടായി. അതായത് ഇവിടെ ഈ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് 3 ശിക്ഷയായിരുന്നു ഒരേ സമയം ആ നാട്ടുകാർക്ക് വന്നത് എന്നാണ്. ഒന്ന്, അതിഘോരമായ ഭയാനകമായ ഒരു അട്ടഹാസം, രണ്ടാമത്തത് ആ രാജ്യം കീഴ്മേൽ മറിച്ചു. അടിയെടുത്തിട്ട് മുകളിലേക്കാക്കി, അല്ലെങ്കിൽ മുകളെടുത്തിട്ട് അടിയിലേക്കാക്കിയെന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിച്ചു എന്നർത്ഥം. 3, കനത്ത ചൂടുള്ള കന്മഴ വർഷിച്ചു, കല്ലിന്റെ മഴ. ഈ 3 തരം ശിക്ഷകൾ വന്നെത്തിയത് പരിശുദ്ധ ഖുർആനിൽ വേറെ പല സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവത്തിന്റെ ചുരുക്കമാണ് ഇവിടെ വിവരിച്ചത്. ഇതിന്റെ വിശദ വിവരം സൂറത്തുൽ ആറാഫ് 80 മുതൽ 84 വരെ, സൂറത്ത് ഹൂദ് 77 മുതൽ 83 വരെ, സൂറത്ത് ഷുആറാ 160 മുതൽ 174 വരെ ഒക്കെ അല്ലാഹു തആല വിശദമായി പറയുന്നുണ്ട്. ഇനി ഈ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടി അല്ലാഹു തആല പറയുകയാണ് അടുത്ത ആയത്തുകൾ. നോക്കാം, 75 മുതൽ 77 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽമുതവസ്സിമീൻ വഇന്നഹാ ലബിസബീലിൻ മുഖീം. ഇന്ന ഫീ ദാലിക, തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട്, ലആയാതിൻ, ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിൽമുതവസ്സിമീൻ, അടയാളങ്ങൾ പരിശോധിക്കുന്ന ആളുകൾക്ക്. മുതവസ്സിൻ എന്ന് പറഞ്ഞാൽ അടയാളം പരിശോധിക്കുന്നു. അടയാളങ്ങൾ പരിശോധിക്കുന്നവർക്ക് ഇതിൽ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്കും സത്യവിശ്വാസികൾക്കും ഇതിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ആളുകൾക്കും ഒക്കെ ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ നാട് ഒരു സഞ്ചാര പദത്തിൽ തന്നെയാണുള്ളത്, ഒരു വഴിയിൽ തന്നെയാണുള്ളത്. മുഖീമിൻ, നിലവിൽ ഗതാഗതം നടക്കുന്ന, നിലവിലുള്ള ഒരു സഞ്ചാര വഴിയിൽ തന്നെയാണ് ആ നാടുള്ളതും. ഇപ്പൊ നിലവിൽ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴി, ഒരു സെബീലിൽ തന്നെയാണ് ആ നശിപ്പിക്കപ്പെട്ട നാടുള്ളത്. ആ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോയി കാണാം. ഇപ്പോഴും അതിന് ഗതാഗതം നടക്കുന്നുണ്ട്, ഒരു വഴിയാണ് മുഖീമിൽ. ഇപ്പൊ നിലവിലുള്ള, മുഖീം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സെബീലിൻ ഒരു മാർഗം, ഒരു വഴിയിൽ തന്നെയുള്ളത്. എന്ന് പറഞ്ഞാൽ ആ നാട് മക്കക്കാരായ ആളുകൾ സ്ഥിരം യാത്ര ചെയ്യുന്ന വഴിയിലാണ്. അതുകൊണ്ട് അവർക്ക് ആ സംഭവത്തിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും കാണാവുന്നതും മനസ്സിലാക്കുന്നതുമാണ്. അങ്ങനെ അടയാളങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ എമ്പാടും പാഠമുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മക്ക പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഷാമിലേക്ക് കച്ചവട യാത്രകൾ നടത്തുന്ന ആളുകളാണ് അറബികളായ ആളുകളൊക്കെ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ നാടായ സദൂം, ആ പ്രദേശങ്ങളൊക്കെ ഈ വഴിയിലാണുള്ളത്, ഷാമിലേക്ക് പോകുന്ന വഴി. ഖുർആൻ അവതരണ കാലത്ത് അറബികൾക്ക് ആ വഴി സുപരിചിതമായിരുന്നു. ബഹറുൽ മയ്യിത്ത്, ചാവുകടൽ, അല്ലെങ്കിൽ ബഹറുൽ ലൂത്ത്, ലൂത്ത് കടൽ എന്നൊക്കെ അറിയപ്പെടുന്ന തടാകത്തിൽ ലയിച്ച് നശിച്ച നാടുകളുടെ അവശിഷ്ടങ്ങൾ ആ യാത്രകളിലൊക്കെ അവർ കാണാറുണ്ടായിരുന്നു. അതാണ് അല്ലാഹു തആല അങ്ങനെ പറയാൻ കാരണം. നിലവിലുള്ള വഴി തന്നെയാണ് നാടുള്ളത്. അതുകൊണ്ട് അവർക്ക് അടയാളങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെ പറയുന്നു 77-ാമത്തെ ആയത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽമുഅ്മിനീൻ. ഇന്ന ഫീ ദാലിക, തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലആയതൻ, ദൃഷ്ടാന്തമുണ്ട്, ഗുണപാഠമുണ്ട്, ലിൽമുഅ്മിനീൻ, സത്യവിശ്വാസികളായ എല്ലാവർക്കും. ചിന്താശേഷിയും വിശ്വാസവും ഇല്ലാത്ത ആളുകൾ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോൾ എത്ര വലിയ അത്ഭുതം കണ്ടാലും അത് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ പോകുന്നില്ല, അവഗണിക്കുകയേ ചെയ്യുള്ളൂ. ഇന്ന് ചിന്തിക്കുന്ന ആൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ഡെഡ് സീ, അതായത് ചാവുകടൽ, ഇതിൻ്റെ ദക്ഷിണ ഭാഗത്ത് ഇന്നും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തമായ തെളിവുകളുണ്ട് എന്നാണ് ജിയോളജിക്കൽ ഗവേഷകന്മാർക്ക് പറയുന്നത്. അതേസമയം മറ്റൊരു ടീം ആളുകൾക്കിടയിലുണ്ട്, ഇങ്ങനെ എന്ത് ദൈവിക ശിക്ഷ ലോകത്ത് നടന്നാലും അതിനൊക്കെ മറ്റെന്തെങ്കിലും ന്യായങ്ങൾ പറയും. ഭൗതികതയുടെ അല്ലെങ്കിൽ യുക്തിയുടെ വെളിച്ചത്തിൽ അതിന് വ്യാഖ്യാനിച്ച് അത് അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അവിടെ ഭൂമി ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനിക്കാൻ വിഫല ശ്രമം നടത്തും. അത് സാരില്ല, അത് അവരോട് അത് നമുക്ക് സഹതാപമേ ഉള്ളൂ, അല്ലേ? അവരുടെ അജ്ഞത അല്ലെങ്കിൽ ആ അജ്ഞത നടിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അത് നമുക്ക് അവഗണിച്ച് കളയാം. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പാടുന്നുണ്ട്. ഇന്ന് അടുത്ത ആയത്തിലേക്ക് കടക്കാം, 78 മുതൽ 79 വരെ.
ഇനി പറയുന്നത് ഐക്കത്തുകാരെ കുറിച്ചാണ്. അസ്ഹാബുൽ ഐക്ക, അതായത് മദിയനുകാരെ പറ്റി. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാടായ മദിയനും മദിയനുകാരും അവരെ കുറിച്ചാണ് പറയുന്നത്. മദിയനൊരു പ്രത്യേകതയുണ്ട്. മരങ്ങളും സസ്യലതാദികളും കായ്ക്കനികളും ഫലവർഗ്ഗങ്ങളും ഒക്കെ തിങ്ങി വളർന്നിരുന്ന പ്രദേശമാണ് മദിയൻ. ധാരാളം വൃക്ഷങ്ങൾ തിങ്ങിക്കൂടി പന്തലിച്ച് നിൽക്കുന്ന സ്ഥലത്തിനാണ് ഐക്കത്ത് എന്ന് പറയുക. അതുകൊണ്ടാണ് ഈ മദീനക്കാരെ കുറിച്ച് അസ്ഹാബുൽ ഐക്ക എന്ന് പറയുന്നത്. ആ നാട് അങ്ങനത്തെ നാടായിരുന്നു. മരങ്ങൾ തിങ്ങിക്കൂടി സസ്യലതാദികളും ഫലവർഗ്ഗങ്ങളും ഒക്കെ നാട്. മരുഭൂമിയിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കുക എന്നത് വലിയ കാര്യമാണല്ലോ, അല്ലേ? മരുഭൂമിയിൽ ഇങ്ങനെ നാടുണ്ടാവും, മരങ്ങളും സസ്യലതാദികളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഈ ഒരു പേരിൽ അസ്ഹാബുൽ ഐക്ക എന്ന പേരിൽ മദീനക്കാരെ അള്ളാഹു വിശേഷിപ്പിച്ചത്. 26-ാം അധ്യായം 176-ലുണ്ട്, 38-ാം അധ്യായം 13-ാം ആയത്തിലുണ്ട്, 50-ാം അധ്യായം 14-ാം ആയത്തിലുണ്ട്. ഉദാഹരണം പറഞ്ഞതാണ്. ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാം. ഈ കാര്യവും ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് ആ ജനത സ്വീകരിച്ച നയവും സൂറത്തുൽ ആറാഫിലും സൂറത്തുൽ ഹൂദിലും സൂറത്തുൽ ശുആറയിലും വിശദമായി പറയുന്നുണ്ട്. സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല അയച്ചു. പക്ഷേ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്, ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹു അവർ ശിക്ഷിക്കുകയും ചെയ്തു. 78-79 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കാന അസ്ഹാബുൽ ഐക്കത്തി ലളാലിമീൻ ഫന്തഖംനാ മിൻഹും വഇന്നഹുമാ ലബിഇമാമിൻ മുബീൻ. വഇൻ കാന അസ്ഹാബുൽ ഐക്ക, തീർച്ചയായും ഐക്കത്തുകാർ ലളാലിമീൻ, അക്രമികൾ തന്നെയായിരുന്നു. ശുഐബ് നബി ഇസ്ലാമിന്റെ ഉപദേശം കേട്ടില്ല, അവർ അക്രമം തുടർന്നു. ഫന്തഖംനാ മിൻഹും, അപ്പോൾ നമ്മൾ അവരെ ശിക്ഷിച്ചു. അവരുടെ പ്രതികാരം കാണിച്ചു എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ശിക്ഷിച്ചു. വഇന്നഹുമാ, തീർച്ചയായും ഈ രണ്ട് നാടുകളും ലബി ഇമാമിൻ, സഞ്ചാരപാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മുബീനിൻ, വ്യക്തമായ. വഇന്നഹുമാ ലബി ഇമാമിൻ മുബീൻ, ഈ രണ്ട് നാടുകളും വ്യക്തമായ സഞ്ചാരപാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് നാടുകൾ എന്ന് പറഞ്ഞാൽ ചാവുകടൽ പ്രദേശങ്ങളും മദീനും. ഈ രണ്ട് നാടുകളും ഇവർ സിറിയയിലേക്ക് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിയിലാണെന്ന് അർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം, അതേപോലെ മദീനുകാർ, ഐക്കത്തുകാർ, ഈ രണ്ട് കൂട്ടരുടെയും താമസ സ്ഥലം അറേബ്യയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഷാമിലേക്കുള്ള വഴിയിലാണ്. അതായത് മുസ്ലിക്കുകൾ കച്ചവടത്തിന് പോകുന്ന വഴിയിലാണ്. അതുകൊണ്ട് അവർക്ക് ആ പ്രദേശങ്ങൾ നേരിട്ട് കാണാനും പാഠം ഉൾക്കൊള്ളാനും എളുപ്പമാണ്. അതാണ് ആ രണ്ട് നാടുകളും വ്യക്തമായ സഞ്ചാരപാതയിൽ തന്നെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഇമാം എന്നതിനർത്ഥം മുമ്പിലുള്ളത് എന്നാണ് ശരിക്കും വാക്കർത്ഥം. നേതാവ് എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. മുന്നിലുള്ള ആൾ, അതിൽ മാതൃക, തുറന്ന വഴി, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിൽ അത് ആവശ്യാനുസരണം സന്ദർഭാനുസരണം ഉപയോഗിക്കാറുമുണ്ട്. അടുത്ത ആയത്തുകളിലേക്ക് കടക്കാം. 80 മുതൽ 82 വരെ. ഇനി പറയുന്നത് ഹിജ്റുകാരെ കുറിച്ചാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത സമൂദ് ഗോത്രം താമസിച്ചിരുന്ന പ്രദേശമാണ് അൽ ഹിജ്ർ. ഈ സൂറയുടെ പേരെന്താണ്? സൂറത്തുൽ ഹിജ്ർ എന്നാണ്, അല്ലേ? ഈ സൂറക്ക് പേര് വന്നത് അത് പരിഗണിച്ചാണ് എന്ന് നമ്മൾ ആദ്യം മുഖവര പറഞ്ഞിട്ടുണ്ട്. പല സമൂഹങ്ങളെയും പോലെ തന്നെ സമൂദ് ഗോത്രക്കാരും അവരുടെ പ്രവാചകനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ ധിക്കരിക്കുകയാണ് ചെയ്തത്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അവർ വല്ലാതെ അവഹേളിച്ചു. പിന്നെ അവസാനം ഘോരമായ ശിക്ഷ വന്നു. ആ ജനം മൊത്തം ഉന്മൂലന വിധേയരായി. സൂറത്തുൽ ഹൂദിൽ 61 മുതൽ 68 വരെ, അതേപോലെ മറ്റു പലയിടത്തും ഈ ധിക്കാരികളുടെ ദുരന്ത കഥ അല്ലാഹു തആല വിവരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ധിക്കാരികളും അധർമ്മകാര്യങ്ങളും അള്ളാഹുവിന് അതീതരല്ല. ഇവരെ പോലെ തന്നെ ഇവരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു, അല്ലേ? ഇന്നിപ്പോൾ ഇങ്ങനെ അഹങ്കാരം കാണിച്ചെടുക്കുക എത്ര ആളുകളുണ്ട്. നോക്കാം ആയത്ത്, 80-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്റിൽ മുർസലീൻ. വലഖദ് കദ്ദബ, തീർച്ചയായും നിഷേധിച്ചു. അസ്ഹാബുൽ ഹിജ്ർ, ഹിജ്റിലെ ആളുകൾ. ആരെ? അൽ മുർസലീൻ, ദൈവദൂതന്മാരെ. ഇവിടെ അൽ മുർസലീൻ എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഹിജ്റുകാർ നിഷേധിച്ചത് മഹാനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ മാത്രമാണ്. പിന്നെന്താ മുർസലീൻ എന്ന് ബഹുവചനം ഉപയോഗിച്ച് പറഞ്ഞത്? അതിപ്പോൾ ഏത് പ്രവാചകന്മാരായാലും അള്ളാഹുവാണ് അവരെ നിയോഗിക്കുന്നത്. മുഴുവൻ പ്രവാചകന്മാരും നിയുക്തരാകുന്നത് സന്മാർഗത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാനാണ്. അപ്പൊ ഒരു പ്രവാചകനെ നിഷേധിക്കുക എന്നത് മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ
മുർസലീൻ ദൂതന്മാരെ നിഷേധിച്ചു എന്ന് ബഹുവചനമായി പറഞ്ഞത് ഇമാം ബൈളാവി തങ്ങൾ ആവശ്യം പറയുന്നുണ്ട്. 81-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആതൈനാഹും ആയാതിനാ ഫകാനൂ അൻഹാ മുഅ്രിദീൻ. വആതൈനാഹും നമ്മൾ അവർക്ക് നൽകി, ആയാതിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫകാനൂ അൻഹാ മുഅ്രിദീൻ പക്ഷേ അവയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. മുഅ്രിദീൻ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളയുന്നവർ. മറ്റുള്ള പ്രവാചകന്മാർക്കെന്ന പോലെ മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം അല്ലാഹു തആല വലിയൊരു മുഅ്ജിസത്ത് നൽകിയിരുന്നു. എന്താണത്? ഒട്ടകം അല്ലേ? ഒരു ഒട്ടകമല്ല, വലിയ പാറക്കല്ലിനുള്ളിൽ നിന്ന് ആ പാറ പിളർന്ന് ഇറങ്ങി വന്ന് പ്രസവിച്ചൊരൊട്ടകം. ആ സമൂഹം, തെമ്മാടികളായ സമൂഹം സ്വാലിഹ് നബി അലൈഹി സ്വലാം ധിക്കരിച്ച് ആ ഒട്ടകത്തെ അറുക്കുകയാണ് ചെയ്തത്. അവസാനം അല്ലാഹു അവരെ നശിപ്പിച്ചു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലേക്ക് യുദ്ധത്തിന് പോയപ്പോൾ ഹിജറിൽ കൂടിയാണ് അത്ര കടന്നുപോയത്. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് തല താഴ്ത്തി പിടിക്കുകയും ഒട്ടകത്തെ വേഗം നടത്തുകയും സ്വഹാബികളോട് ഇങ്ങനെ പറയുകയും ചെയ്തു അത്രേ, നശിപ്പിക്കപ്പെട്ട ജനതയുടെ വീടുകൾക്കിടയിലൂടെ നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ നടക്കരുത്. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണം. അവരെ ബാധിച്ച ശിക്ഷ നിങ്ങളെയും ബാധിക്കുമോ എന്ന് പേടിച്ച് നിങ്ങൾ ഉണ്ടാക്കി കരയുകയെങ്കിലും വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഈ അസ്ഹാബുൽ ഹിജ്റിനെ കുറിച്ചും അവർക്ക് ബാധിച്ച ശിക്ഷയെക്കുറിച്ചുമൊക്കെ സൂറത്തുൽ അറാഫിലും സൂറത്തു ഹൂദിലും മറ്റുമൊക്കെ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സൂറത്തു ശുആറയിൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരങ്ങൾ വരുന്നുമുണ്ട്. അടുത്ത ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وكانوا ينحتون من الجبال بيوتا آمنين فأخذتهم الصيحة مصبحين فما أغنى عنهم ما كانوا يكسبون. وكانوا അവരായിരുന്നു, അസ്ഹാബുൽ ഹിജ്ർ ആയിരുന്നു, യൻഹിതൂന തുരന്നുണ്ടാക്കുന്നവരായിരുന്നു, മിനൽ ജിബാലി പർവ്വതങ്ങളിൽ നിന്ന്, ബുയൂത്തൻ വീടുകൾ, ആമിനീൻ സമാധാനപൂർണ്ണരായി കഴിയാൻ വേണ്ടി. അതായത് മലകളിൽ അവർ പാറകൾ തുറന്ന് വീടുകളുണ്ടാക്കി സമാധാനപൂർണരായി കഴിയുകയായിരുന്നു. ആമിനീൻ നല്ല നിർഭയത്വമുള്ള ആളുകളായി കഴിയുകയായിരുന്നു. യൻഹിതൂന എന്ന് പറഞ്ഞാൽ തുറന്ന് ഉണ്ടാക്കുക, മലകൾ തുറക്കുക. യൻഹിതൂന ജിബാൽ മലകൾ തുറക്കുക. ഇവിടെ മലകൾ തുറന്ന് വീടുണ്ടാക്കിയത് ആരെങ്കിലും പേടിച്ചിട്ടോ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നോ മറ്റോ അഭയം തേടാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, പുറത്തുള്ള ആളുകൾ ആക്രമിക്കുമെന്ന് വിചാരിച്ച് മലയാളൊക്കെ തുറന്ന് ഉള്ളിൽ വീടുണ്ടാക്കി താമസിക്കുക. അങ്ങനെയൊന്നുമല്ല അവർ ചെയ്തത്. അഹങ്കാരം വിനോദവുമായിട്ട് മാത്രം, അഹങ്കാരം വിനോദം വേണ്ടി അതിന് മേലെ മാത്രം എന്താക്കിയത് അവരത്തരം വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ അവരെയും ഘോരമായ അട്ടഹാസം പിടികൂടി മുസ്ബഹീൻ പ്രഭാതത്തിന്റെ സമയത്ത്. അപ്പോൾ അവർക്ക് പ്രയോജനം ചെയ്തില്ല അവർ സമ്പാദിച്ചുണ്ടാക്കിയതൊന്നും. അതുവരെ അവർ സമ്പാദിച്ചുണ്ടാക്കിയതൊന്നും അവർക്ക് ആ സമയത്ത് എന്തായില്ല, പ്രയോജനം ചെയ്തില്ല, ഉപകാരപ്പെട്ടില്ല. 85-86 ആയത്തുകളിലേക്ക് നോക്കാം. ഇനി അല്ലാഹു തആല പറയുന്നത്, ഈ ആകാശഭൂമികളിലെ അതിലെ സകല ചരാചര വസ്തുക്കൾ, ഇപ്പോൾ ഈ ആകാശങ്ങളും ഭൂമിയും അതിലെ എല്ലാ ചരാചര വസ്തുക്കളും ഇതൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ചില വ്യവസ്ഥാപിതമായ ലക്ഷ്യങ്ങളോടെയാണ്. വെറുതെ പടച്ചതല്ല, വെറും വിനോദത്തിന് വേണ്ടി മാത്രം പടച്ചതല്ല. മികച്ച ലക്ഷ്യബോധവും ആസൂത്രണ മികവും അതിൻ്റെ പിന്നിലുണ്ട്. അതൊന്നും തീരെ ചിന്തിക്കാതെ പാഠം ഉൾക്കൊള്ളാതെ അന്ധമായി അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. ആ സമൂഹങ്ങൾ വേണ്ടാത്തരങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകാതിരുന്നപ്പോഴാണ് റബ്ബ് ശിക്ഷാ നടപടികൾ കൈക്കൊണ്ടത്. അതുപോലെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മക്കാ മുശ്രിക്കുകൾക്കെതിരെയും അള്ളാഹു നടപടിയെടുക്കും. മാത്രമല്ല അവസാനം എല്ലാവരുടെയും ചെയ്തികൾ സവിസ്തരം പരിശോധിച്ച് തക്ക നടപടികൾ എടുക്കുന്ന ഒരു ദിവസം, അതായത് ഖിയാമത്ത് നാൾ, പ്രതിഫല നാൾ ഇനി വരാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അല്ലാഹു പറയുന്നത്. പാരത്രിക ജീവിതത്തെയും ഖിയാമത്ത് നാളിനെയും ഒക്കെ ഇതിനൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ നിഷേധികളായ ആളുകൾ മാന്യതയില്ലാതെ അവഹേളനാത്മകമായി കളിയാക്കി പ്രതികരിച്ചെന്ന് വരാം. അപ്പോൾ അല്ലാഹു തആല പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബിയെ അങ്ങയെ അവർ കളിയാക്കിയേക്കാം, ഖുർആൻ അവർ നിഷേധിച്ചേക്കാം. ഇത്തരം ഹീനമായ ക്രൂരമായ സമീപനങ്ങൾ അവരിൽ നിന്നുണ്ടാകുമ്പോൾ നിങ്ങൾ അവരോട് ആദ്യഘട്ടത്തിൽ ക്ഷമയോടെയാണ് പ്രതികരിക്കേണ്ടത്. അന്ത്യനാൾ വരുന്ന സമയത്ത് അല്ലാഹു തആല വേണ്ടത് ചെയ്തുകൊള്ളും. എല്ലാം പടച്ചുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ അറിയുന്ന അല്ലാഹു അതിന് ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കും. ഇവിടെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷമയോടെ പ്രതികരിക്കണം എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് ജിഹാദിന് എതിരല്ല, ധർമ്മസമരത്തിനെതിരല്ല. പിന്നെന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ജനങ്ങളെ ആകർഷിക്കാനും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ആദ്യമാദ്യ ഘട്ടങ്ങളിൽ സഹിഷ്ണുതയോടെയുള്ള സ്നേഹമസൃണമായ ക്ഷമയോടെയുള്ള സമീപനമാണല്ലോ ഫലം ചെയ്യുക. അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ആദ്യം അങ്ങനെ ചെയ്യണമെന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ക്ഷമയോടുകൂടെ സഹിക്കുക. അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ പ്രകോപിതരാവേണ്ട. 85-86 ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഇന്നസ് സഅത ലആതിയതുൻ ഫസ്ഫഹിസ് സഫ്ഹൽ ജമീൽ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. വമാ ഖലഖന, നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല, അസ്സമാവാതി, ആകാശങ്ങളെ, വൽ അർള, ഭൂമിയെയും, വമാ ബൈനഹുമാ, അതിനിടയിലുള്ളതും, ഇല്ലാ ബിൽ ഹഖ്, സത്യനിഷ്ഠമായി അല്ലാതെ. നമ്മളിതൊക്കെ സൃഷ്ടിച്ചത് സത്യനിഷ്ഠമായി മാത്രം തന്നെയാണ്. തീർച്ചയായും ഖിയാമത്ത് നാൾ ലആതിയത്തുൻ, അത് വരുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നബിയെ, ഇത്തരം ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ, പുച്ഛിച്ചു തള്ളുമ്പോൾ, കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങ് ഇപ്പോൾ ധിക്കാരികളോട് ഉദാത്തമായ മാപ്പ് നൽകുക, ക്ഷമയോടുകൂടി അവർ സമീപിക്കുക, മാന്യമായ നിലയിൽ വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങ് വിട്ടുവീഴ്ച ചെയ്യുക. അസ്സഫ്ഹൽ ജമീൽ, മാന്യമായ വിട്ടുവീഴ്ച, അല്ലെങ്കിൽ ഉദാത്തമായ മാപ്പ് നൽകുക. ഇന്ന റബ്ബക, തീർച്ചയായും അങ്ങയുടെ രക്ഷിതാവ്, ഹുവൽ ഖല്ലാഖുൽ അലീം, ഹുവ അവൻ, അൽ ഖല്ലാഖു, എല്ലാം സൃഷ്ടിച്ചവനാണ്, അൽ അലീമു, എല്ലാം അറിയുന്നവനുമാണ്. സൂറത്തു സ്വാദ് 27-ലും സൂറത്തുൽ മുഅ്മിനൂൻ 115-ലും സൂറത്തു ദുഖാൻ 38-39-ലും ഈ വിഷയം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയം? ആകാശഭൂമികൾ നിരർത്ഥകമായി പടച്ചതല്ല എന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 87-ാമത്തെ ആയത്തിലേക്ക് നോക്കാം. ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണത്? ആവർത്തിച്ചോതുന്ന 7 ആയത്തുകൾ നൽകി എന്നത്. ആവർത്തിച്ചോതുന്ന 7 ആയത്തുകൾ, അസ്സബഉൽ മസാനി. എന്താണ് ഉദ്ദേശം? സൂറത്തുൽ ഫാത്തിഹയാണ് ഉദ്ദേശം. അതിൽ 7 വാക്യങ്ങളാണുള്ളത്. എല്ലാ നിസ്കാരങ്ങളിലും അത് ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കുന്നവയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആവർത്തിച്ചോതുന്ന 7 എണ്ണവും എനിക്ക് നൽകപ്പെട്ട ഖുർആനും ഫാത്തിഹയാണ് എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ അടങ്ങിയ എല്ലാ തത്വങ്ങളും വളരെ സംക്ഷിപ്തമായി ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഫാത്തിഹയ്ക്ക് ഖുർആൻ എന്ന് പറയാം. ഈ വാക്യങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ബാക്കി ഭാഗങ്ങളുമായി ഒരർത്ഥത്തിൽ യോജിപ്പുണ്ട് എന്നും പറയാവുന്നതാണ്. അതാണ് ആവർത്തിച്ചോതുന്ന 7 വാക്യങ്ങളും മഹത്തായ ഖുർആനും താങ്കൾക്ക് നാം നൽകി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. ആയത്ത് നോക്കാം. 87-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. വലഖദ് ആതൈനാക, നബിയെ, നിശ്ചയം അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്, സബ്അൻ, 7 എണ്ണം, മിനൽ മസാനി, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 എണ്ണം, 7 സൂക്തങ്ങൾ. പിന്നെന്ത് നൽകി? വൽ ഖുർആനൽ അദീം, പരിശുദ്ധമായ ഖുർആൻ നൽകി. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണോ? മറുപടി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയസ് സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം. അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്, അതായത് ആ സൂറത്താണ് ഏറ്റവും മഹത്തായ സൂറത്ത്. അതാണ് 7 ആവർത്തിത വചനങ്ങളും മഹത്തായ ഖുർആനും. മഹത്തായ ഖുർആൻ എന്ന് പറയാൻ കാരണം, ഖുർആനിന്റെ സംക്ഷിപ്ത രൂപം ഏതിലുണ്ട്? ഫാത്തിഹയിലുണ്ട്. ഖുർആനിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു ചുരുക്ക രൂപമാണ് ഫാത്തിഹ. അതുകൊണ്ട് അതിന് ഖുർആൻ എന്ന് പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വേറെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മുൽ ഖുർആൻ ഹിയസ് സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം. ഉമ്മുൽ ഖുർആനാണ് 7 ആവർത്തിത വചനങ്ങളും ഖുർആൻ എന്ന് പറഞ്ഞത്. ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേരാണ്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ കുറേ പേരുണ്ട്, അതിൽപ്പെട്ട ഒരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഈ 2 ഹദീസുകളിൽ ഒന്നാമത്തേതിൽ സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത് എടുത്തു പറഞ്ഞു, 2-ാമത്തെ ഹദീസിൽ അതിൻ്റെ ഒരു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതാണ്, അതായത് സൂറത്തുൽ ഫാത്തിഹയാണ് 7 ആവർത്തിത വചനങ്ങൾ അസ്സബഉൽ മസാനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരികയാണ്. ഇനി നമ്മൾ 88-ാമത്തെ ആയത്തിലേക്ക് കടക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
അവിടത്തേക്ക് അസ്സബഉൽ മസാനി എന്ന മഹത്തായ അനുഗ്രഹം നൽകി അനുഗ്രഹം ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അവിടത്തോട് ചില കാര്യങ്ങൾ അല്ലാഹു ഉപദേശിക്കുകയാണ്. എന്തൊക്കെയാണെന്നറിയോ? സത്യനിഷേധികൾക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങൾ കണ്ട് താങ്കൾ അത്ഭുതപ്പെടേണ്ട, അവരുടെ സുഖാഡംബരങ്ങളിൽ താങ്കൾ കണ്ണുവെക്കേണ്ട. ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, ബഹുദൈവ വിശ്വാസികൾ, മതനിഷേധികൾ തുടങ്ങിയവർക്കൊക്കെ ഈ ലോകത്ത് ഭയങ്കര സുഭിക്ഷതയും പുരോഗതിയും ഒക്കെ ഉണ്ടാവാം. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്നത്, ആളുകൾ സത്യം അംഗീകരിക്കാത്തതിന്റെ പേരിൽ മുഅ്മിനീകളാവാത്തതിന്റെ പേരിൽ താങ്കൾ വ്യസനിക്കേണ്ട. പിന്നെ പറയുന്നത്, സത്യവിശ്വാസികളായ ആളുകളോട് താഴ്മയോട് പെരുമാറണം, അവർക്ക് സന്തോഷവും സംതൃപ്തിയും നൽകണം. സത്യത്തിൽ അവിടുത്തെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? വളരെ സൗമ്യമായി വാത്സല്യത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടിയാണ് അവിടുത്തെ പെരുമാറ്റം. വിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലത്തും ആ സ്വഭാവ മഹിമയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആ പെരുമാറ്റം കൊണ്ട് മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തിട്ടുണ്ട്. ചരിത്രം സാക്ഷിയാണത് അല്ലേ? നമുക്ക് ആത്മാക്കം 58-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين. لا تمدن നബിയെ അങ്ങ് കണ്ണുയർത്തി നോക്കരുത്. അങ്ങയുടെ ലാ തമുദ്ദന്ന ഐനൈക, അങ്ങയുടെ രണ്ട് കണ്ണുകൾ ഉയർത്തി അങ്ങ് നോക്കരുത്. നിങ്ങളുടെ കണ്ണ് നീളരുത് എന്നൊക്കെ പറയാം. അങ്ങയുടെ കണ്ണ് അങ്ങ് നീട്ടരുത്. എവിടേക്ക്? ഇലാമാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, സത്യനിഷേധികളിലെ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ സുഖസൗകര്യങ്ങളുടെ നേരെ. അപ്പോൾ സത്യനിഷേധികളിലെ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ സുഖസൗകര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ സുഖസൗകര്യങ്ങൾ നേരെ താങ്കൾ കണ്ണ് ഉയർത്തി നോക്കരുത്. അതിനെ ശ്രദ്ധിക്കരുത് എന്നർത്ഥം. ഇലാമാ മത്തഅനാ ബിഹി അസ്വാജൻ, അസ്വാജൻ എന്ന് പറഞ്ഞാൽ പല വിഭാഗങ്ങൾക്ക്, മിൻഹും സത്യനിഷേധികളിൽപ്പെട്ട അസ്വാജൻ പല വിഭാഗങ്ങൾക്ക്, ഇലാമാ മത്തഅനാ ബിഹി നാം നൽകിയ സുഖസൗകര്യങ്ങളുടെ നേരെ അങ്ങ് കണ്ണുയർത്തി നോക്കരുത്. വലാ തഹ്സൻ അലൈഹിം, അവരെ കുറിച്ച് അങ്ങ് സങ്കടപ്പെടുകയും ചെയ്യരുത്, വ്യാകുലപ്പെടുകയും ചെയ്യരുത്. വഖ്ഫിദ്, അങ്ങ് താഴ്ത്തി കൊടുത്തേക്കൂ, ജനാഹക അങ്ങയുടെ ചിറക്, ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? സത്യവിശ്വാസികളോട് വളരെ വിനയത്തോടും സൗമ്യതയോടും കൂടി പെരുമാറണം. ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് പറയാൻ ഇഷ്ടമല്ല. 3 ഉപദേശങ്ങളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ അവിശ്വാസികളിൽ പലർക്കും കിട്ടിയ സുഖസൗകര്യങ്ങൾ കണ്ണുവെക്കേണ്ട, അത് കാര്യമാക്കേണ്ട. അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ ഉത്തമമായ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആനും 7 ആവർത്തിത വചനങ്ങളും മുഖേന അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും ഉമ്മത്താണ് ഉദ്ദേശം. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഇപ്പം അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസികൾ കിട്ടിയത് ആ സുഖസൗകര്യത്തിൽ കണ്ണു നട്ടിരിക്കുന്ന ആളല്ല. അത് ഉമ്മത്താണ് ചെയ്യുക. അപ്പോൾ ഉമ്മത്തോട് പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്യരുത്. ഉമ്മത്ത് പല ആളുകളും അങ്ങനെ ആശങ്കപ്പെടാറുണ്ട്. നമ്മളൊക്കെ അള്ളാഹിൻ്റെ ആൾക്കാർ, മുസ്ലിമീങ്ങൾ, നമ്മൾ ആ പാവങ്ങൾ, ദരിദ്രന്മാർ, അപ്പുറത്തുള്ള അള്ളാഹുവോട് സുന്നത്ത് പോലും ചെയ്യാത്ത ആളുകൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, അർമാദിക്കുന്നു. അതാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അവരെ അടിച്ചു പൊളിക്കലൊക്കെ നോക്കണ്ട, അത് താൽക്കാലികമാണ്, അത് പരീക്ഷണമാണ്. അത് ഇവിടെ അവർക്കത് ഉണ്ടാവുള്ളൂ, ആഹാരമാണ് വരുന്നത്. അപ്പോൾ ഈ അവിശ്വാസികളെ ആളുകൾക്ക് എന്താണ് ഇങ്ങനെ സുരക്ഷതയെന്ന് ഓർത്ത് അസ്വസ്ഥതയോ വേവലാതിയോ വിശ്വാസികളെ പിടികൂടാൻ പാടില്ല. അവരുടെ ആ പ്രതാപവും പ്രൗഢിയും ഐശ്വര്യവും ക്ഷണികമാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ആളുകൾ വിശ്വസിക്കാത്തതിനെ കുറിച്ച് താങ്കൾ സങ്കടപ്പെടരുത്. ഉപദേശങ്ങളും ദൃഷ്ടാന്തങ്ങളൊക്കെ എമ്പാടും നൽകിയിട്ടും അവർ അവിശ്വാസത്തിന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ വ്യാകുലപ്പെടേണ്ട. കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി വിശ്വസിക്കണമെങ്കിൽ അവർ വിശ്വസിക്കട്ടെ, വേണമെങ്കിൽ അവർ വിശ്വസിക്കട്ടെ എന്ന് കരുതിയാൽ മതി. മൂന്നാമത്തേത്, സത്യവിശ്വാസികളെ ആളുകൾക്ക് അങ്ങ് ചിറക് താഴ്ത്തി കൊടുക്കണം. അഥവാ അവരുടെ നയത്തിലും വാത്സല്യത്തോടെയും പെരുമാറണം. ലാ തമുദ്ദന്ന ഐനൈക, ഇതൊരു പ്രയോഗമാണ്. നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ടല്ലോ അല്ലേ? കണ്ണ് വെക്കുക, ദൃഷ്ടി വെക്കുക, മലയാളത്തിൽ പറയാറുണ്ട്. അതേപോലെ പ്രയോഗമാണ് കണ്ണ് നീട്ടുക, മദ്ദുൽ ഐൻ. അതിനർത്ഥം എന്താണ്? ശ്രദ്ധ കൊടുക്കുക, അതിന് ആഗ്രഹിച്ചു നോക്കുക എന്നൊക്കെ. വഖ്ഫിദ് ജനാഹക്, ഖഫ്വുൽ ജനാഹ്, ചിറക് താഴ്ത്തുക, അല്ലെങ്കിൽ സൈഡ് താഴ്ത്തി കൊടുക്കുക. ഇത് സത്യത്തിൽ പക്ഷികൾ അവിടുന്ന് പോകുന്ന പ്രയോഗമാണ്. ഈ പക്ഷികൾ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം കൊണ്ട് ചിറകുകൾ വിടർത്തി താഴ്ത്തി കൊടുത്ത് ചിറകിനുള്ളിൽ ഒതുക്കി അണച്ചു കൂട്ടി പിടിക്കാറുണ്ടല്ലോ കുട്ടികളെ. ഇവിടെ നിന്നാണ് സത്യത്തിൽ പ്രയോഗം ഉണ്ടായത്. വാത്സല്യത്തോടെ സൗമ്യതയോടെ പെരുമാറുക എന്ന ഉദ്ദേശം. 89 മുതൽ 90 വരെ ആയത്തുകൾ നോക്കാം. ഇവിടെ നമുക്ക് 93-ാം ആയത്ത് വരെയുള്ള ആശയം പറയാം. 91 മുതൽ അടുത്ത പേജിൽ പഠിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്താണ് പറയുന്നത്?
മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് വേദക്കാരായ ആളുകൾക്ക് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ വഹി എത്തിച്ചു കൊടുക്കുമ്പോൾ, ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കും, അല്ലാത്തത് നിഷേധിക്കും, മാറ്റിമറിക്കും. ഇതാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും ഇപ്പോൾ ചെയ്യുന്നത്. അവർ വിശുദ്ധ ഖുർആൻ കൊടുക്കുമ്പോൾ ചിലത് അംഗീകരിക്കും, ചിലത് തള്ളിക്കളയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വിശുദ്ധ കാബയെ കേന്ദ്രമായി അംഗീകരിക്കുക, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിൻപറ്റുന്നതായി പ്രഖ്യാപിക്കുക, ഇതിലൊന്നും ശരിക്കും അവർക്കും ഒരു എതിരഭിപ്രായമില്ല. മക്കാ മുശ്രിക്കുകൾക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ബഹുദൈവാരാധന ഒഴിവാക്കുക പോലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ എതിർക്കാൻ തുടങ്ങി. ഇതൊരു ഇരട്ടത്താപ്പാണ്. അതായത് അള്ളാഹുവിൻ്റെ വിധികൾ ചിലത് അംഗീകരിക്കുക, ചിലത് തള്ളിക്കളയുക. ഈ സമ്പ്രദായത്തെ ആക്ഷേപിക്കുകയാണ് 90, 91 ആയത്തുകൾ. മഹത്തായ ഖുർആൻ അവതരിച്ചു കിട്ടിയപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുകയാണ് മക്കാ മുശ്രിക്കുകൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ നിഷേധാത്മക നിലപാടിനെ പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടുമെന്ന് 92-ലും 93-ലും അല്ലാഹു തആല പറയുന്നുണ്ട്. അത് അടുത്ത വഴി നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് 89-ഉം 90-ഉം ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ഇന്നി അനൻ-നദീറുൽ മുബീൻ കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ. വഖുൽ, നബി അങ്ങ് പറയണം, അവരോട് അങ്ങ് പറയണം, എന്ത്? ഇന്നി, തീർച്ചയായും ഞാൻ, തീർച്ചയായും ഞാൻ അൻ-നദീറു, മുന്നറിയിപ്പുകാരൻ തന്നെയാണ്, അൽ മുബീൻ, വ്യക്തമായ മുന്നറിയിപ്പുകാരൻ തന്നെയാണ് ഞാൻ. കമാ അൻസൽനാ, നാം അവതരിപ്പിച്ചു കൊടുത്ത പോലെയാണ് ഖുർആനിൻ്റെ പരിണതിയും നമ്മളാണ് സങ്കല്പിക്കുക. ഏതുപോലെ, ആരുടെ അവതരിപ്പിച്ചതുപോലെ, അലൽ മുഖ്തസിമീൻ, പകുത്തെടുത്തവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത പോലെയാണ് ഖുർആനിൻ്റെ പരിണതിയും എന്ന് പറഞ്ഞാൽ അവർ ഖുർആൻ ശരിക്കും പറയാം. കമാ അൻസൽനാ, നമ്മൾ അവതരിപ്പിച്ചു കൊടുത്തതുപോലെ തന്നെയാണ്. ആർക്ക് അവതരിപ്പിച്ചു കൊടുത്തു? അലൽ മുഖ്തസിമീൻ, പകുത്തെടുത്ത ആളുകൾക്ക്, വീതിച്ചെടുത്ത ആളുകൾക്ക് നാം അവതരിപ്പിച്ചു കൊടുത്തതുപോലെ തന്നെയാണ് ഈ ഖുർആനിൻ്റെ അവസ്ഥയും. പറഞ്ഞാൽ ഈ കൂട്ടർക്ക്, മക്കർ മുശ്രിക്കീങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അനുഭവവും മുൻ വേദക്കാരുടേതുപോലെ തന്നെയാണ്. അവരെന്താണ് അന്ന് ചെയ്തത്? പകുത്തെടുക്കുകയാണ് ചെയ്തത്. എന്താ പകുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ, ചിലത് സ്വീകരിച്ചു, ചിലത് തള്ളി. അതേപോലെയാണ് മക്കർ മുശ്രിക്കുകൾ ചെയ്യുന്നത്. ഖുർആൻ ചിലത് സ്വീകരിക്കുന്നു, ചിലത് തള്ളുന്നു. അപ്പോൾ അവരെ തൗറാത്തും ഇഞ്ചിലും വേദഗ്രന്ഥങ്ങളൊക്കെ എന്തായി? പകുത്തെടുത്തു, കുറച്ച് തള്ളി. അതേപോലെയാണ് ഇവരും ചെയ്യുന്നത് എന്നർത്ഥം. മുഖ്തസിമ എന്ന വാക്കിന് ഭാഗിച്ചെടുത്തവർ എന്നർത്ഥം ഉണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കുന്ന വിഷയത്തിന് മറ്റും അന്യോന്യം സത്യം ചെയ്തവർ എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വേദം പകുത്തെടുക്കുകയും ഓഹരി വെച്ച് ചിലത് തള്ളുകയും മറ്റു ചിലത് കൊള്ളുകയും ചെയ്തവർ ജൂത ക്രിസ്ത്യാനികളാണ്. അത് നേരത്തെ പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഒരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, അവർ ആ ചെയ്തതുപോലെ തന്നെയാണ് ഖുർആനിൻ്റെ അഭിസംബോധിതരായ മക്കാ മുശ്രിക്കുകളുടെയും രീതി, അവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അവരെന്താ പറയുന്നത്? സിഹറാണ്, പദ്യമാണ്, ജ്യോത്സ്യമാണ്, പൂർവികരുടെ കെട്ടുകഥകളാണ് എന്നൊക്കെ ഖുർആനെ ആക്ഷേപിച്ച് ആ ഖുർആനിനെ ഓഹരി വെച്ച് പകുത്തെടുത്ത് അങ്ങോട്ടും തള്ളിക്കളയുകയാണ്. ഇതന്നെയാണ് അവരും ചെയ്തത്. അപ്പോൾ കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ എന്ന് പറഞ്ഞാൽ പകുത്തെടുത്തവർക്ക് അവതരിപ്പിച്ചു കൊടുത്തതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവസ്ഥയും പരിണതിയും. ഖുർആനിനെയും ഈ മക്കാ മുശ്രിക്കുകൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഇവിടെ വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പ്രബലമായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ പറഞ്ഞെന്ന് മാത്രം. ഇത്രയാണ് ഇന്നത്തെ പേജിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി തമ്പുരാനെ പരിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കി മാറ്റി തരണം. അല്ലാഹ് ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം തമ്പുരാനെ. ആഫിയത്ത് നടത്തുന്ന റബ്ബേ, രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങൾ ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ഒരുപാട് കാലം ദീനും ഇൽമിനും ഇഖ്ലാസിനും ഖിദ്മത്തിനും അവസരം നൽകണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ودعاتنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.